ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ജീവജാലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വാർത്തകളിൽ നിന്നും അറിയാൻ കഴിയുന്നതാണ്. സൂക്ഷ്മജീവികൾ മുതൽ വലിയ സസ്തനികൾ വരെ എണ്ണിയാലൊടുങ്ങാത്തത്ര ജീവജാലങ്ങളാണ് ഭൂമിയുടെ ഉപരിതലത്തിലും സമുദ്രങ്ങളിലുമൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതൊരു ഭാഗം മാത്രമാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എവിടെയാണ് ജീവിക്കുന്നത് എന്നൊരു ചോദ്യം വരും. വെൽക്കം ടു മോഷൻ ബുക്ക്. ഇറ്റ്സ് ഇൻഫോർട്ടൻറ്റ്. ജീവൻ നിലനിൽക്കാൻ ഓക്സിജൻ, സൂര്യപ്രകാശം ഇതെല്ലാം വേണം. അതുപോലെ ഊഷ്മാവും മർദ്ദവും എല്ലാം സന്തുലിതമായിരിക്കുകയും വേണം. അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ ഭൂമിയുടെ ഉപരിതലത്തിന് ഏതാനും മീറ്റർ താഴെ മുതൽ 5 കിലോമീറ്റർ വരെയും 2.5 കിലോമീറ്റർ വരെ കടലിൻ്റെ അടിത്തട്ടിന് താഴെയും മറ്റൊരു രീതിയിലുള്ള ബയോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സബ്റ്ററേനിയൻ ഗാലപ്പഗോസ് എന്ന ശാസ്ത്രലോകം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ ഭാഗത്തിന് ഡീപ് ബയോസ്ഫിയർ എന്നും പേര് പറയുന്നുണ്ട്. ഇവിടെയുള്ള ആകെ ജീവജാലങ്ങളെ മൊത്തം കരഭൂമിയിൽ നിരത്തി അടുക്കി വയ്ക്കുകയാണെങ്കിൽ ഏകദേശം 1.5 മീറ്റർ ഉയരമുള്ള ഒരു പാളി സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഈ ബയോസ്ഫിയറിൻ്റെ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് 2 മുതൽ 2.3 ബില്യൺ ക്യൂബിക് കിലോമീറ്റർ വരെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കണക്ക്. ഇത് ഏകദേശം ആകെ സമുദ്രത്തിൻ്റെ വ്യാപ്തിയുടെ 2 ഇരട്ടിയോളം വരും. ഭൂമിയിൽ ആഴത്തിലേക്ക് പോകുന്തോറും ഓക്സിജൻ ലഭ്യത കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഊഷ്മാവും മർദ്ദവും കൂടിക്കൂടി വരികയും ചെയ്യും. സൂര്യപ്രകാശം ഒരു തരി പോലും ഇവിടെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഡാർക്ക് ബയോസ്ഫിയർ എന്നും പറയാറുണ്ട്. കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് ഇവിടെയുള്ള ജീവജാലങ്ങൾക്ക് എനർജി ലഭിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻസ് എന്നറിയപ്പെടുന്ന ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഇലക്ട്രോൺസ് കൈമാറുന്നതിൽ നിന്നാണ് ഇത്തരത്തിൽ എനർജി ഇവ നേടിയെടുക്കുന്നത്. ഭൂമിക്കടിയിൽ പാറകളിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളിലും മറ്റുമാണ് ഇവ കാണുന്നത്. ഇത്തരത്തിലുള്ള സുഷിരങ്ങളിൽ പലപ്പോഴും ജലാംശവും ഉണ്ടാകും. എന്നാൽ ഇതിൽ ഏറ്റവും അധികം അത്ഭുതമുളവാക്കിയ കാര്യം ഈ ബയോസ്ഫിയറിൻ്റെ വൈവിധ്യം കൊണ്ടാണ്. 3 ഡൊമൈനിലുള്ള, അതായത് ബാക്ടീരിയ, ആർക്കിയ, അതുപോലെ യൂക്കാരിയ ജീവജാലങ്ങളെ ഇവിടെ കാണുവാനായി സാധിച്ചു. ഭൂമിയിൽ ആകെയുള്ള ബാക്ടീരിയയുടെയും ആർക്കിയയുടെയും കണക്കെടുത്താൽ അതിൽ 70% ഡീപ്പ് ബയോസ്ഫിയറിൽ തന്നെയാണ് കാണപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അക്കാരണത്താൽ തന്നെ മൈക്രോബിയ ഡാർക്ക് മാറ്റർ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. മാത്രമല്ല ചിലതരം ഫംഗി, അതുപോലെ തന്നെ വേംസ് ഇനത്തിൽപ്പെട്ട ചില ജീവികൾ, ചില ഇനം ആർത്രോപോഡ, അങ്ങനെ പലതരം മൾട്ടി സെല്ലുലാർ ജീവികളെയും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. 1920 കാലങ്ങളിലൊക്കെ എണ്ണപ്പാടങ്ങളിലും മറ്റും നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് വളരെ ആഴങ്ങളിൽ നിന്ന് പോലും ബാക്ടീരിയയുടെ പോലുള്ള ജീവികൾ കാരണമുണ്ടാകാവുന്ന ചില കെമിക്കൽസ് കണ്ടെത്തുകയുണ്ടായി. ഇത്തരം പഠനങ്ങളിൽ ഉയർന്ന ഊഷ്മാവിൽ കൽക്കരി ബേക്ക് ചെയ്യുന്ന സമയത്ത് ചിലയിനം ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഉയർന്ന ഊഷ്മാവ് സഹായകരമാകുന്നത് ശാസ്ത്രജ്ഞർ ശ്രദ്ധിക്കുകയുണ്ടായി. പിന്നീട് 1950കളിൽ വരെയായി നടന്ന പല പഠനങ്ങളിൽ നിന്നും ധാരാളം സാമ്പിൾസും കണ്ടെത്താനായി. ഇതിലെല്ലാം ധാരാളം ബയോ കെമിക്കൽസ് കാണാനിടയുണ്ടായി. എന്നാൽ ഇത് എർത്ത് സർഫേസിൽ നിന്നും വന്നതാകാം എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. എന്നാൽ പിന്നീടുള്ള കാലങ്ങളിലായി ടെക്നോളജിയിൽ വന്ന മുന്നേറ്റം കൂടുതൽ ആഴങ്ങളിൽ ഡ്രിൽ ചെയ്യുകയും സാമ്പിൾസ് കളക്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. കൂടുതൽ സൂക്ഷ്മജീവികളെ ഇത്തരത്തിൽ കണ്ടെത്താനായത് ശാസ്ത്രജ്ഞരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. DNA പഠനങ്ങളുടെ സഹായവും എല്ലാം കൂടുതലായുള്ള അറിവുകൾ നൽകി. ജീവജാലങ്ങളെക്കുറിച്ചുള്ള ധാരണകളിൽ വലിയ മാറ്റങ്ങൾ വന്നു. 52ഓളം രാജ്യങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞർ അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഡീപ്പ് കാർബൺ ഒബ്സർവേറ്ററി അഥവാ DCO എന്നാണ് ഇതിൻ്റെ പേര്. ഉയർന്ന പ്രഷറിൽ ജീവിക്കുന്ന പീസോഫൈൽ, അതുപോലെ തന്നെ ഉയർന്ന ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന തെർമോഫൈൽ എല്ലാം തന്നെ ഇവിടെ ധാരാളമായി കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില ജീവികൾ 100 മെഗാപാസ്കൽ പ്രഷർ മുകളിൽ വന്നാൽ മാത്രമാണ് വളർച്ച സാധ്യമാക്കുകയുള്ളൂ. ചിലവയിൽ 50 മെഗാപാസ്കൽ താഴെ പ്രഷർ ഉള്ളപ്പോൾ വളർച്ച ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഓർക്കേണ്ട കാര്യം സാധാരണ അന്തരീക്ഷ മർദ്ദം 0.1 മെഗാപാസ്കൽ മാത്രമാണ്. ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ ജീവിക്കുവാനും പുനരുൽപ്പാദിപ്പിക്കുവാനും കഴിയുന്ന മെത്തനോപൈറസ് കൺലറായി എന്ന സൂക്ഷ്മജീവികളെ കണ്ടെത്താനായത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഹൈഡ്രോ തെർമൽ വെന്റുകളിൽ നിന്നാണ്. പല സൂക്ഷ്മജീവികളും വളരെ കുറച്ച് മാത്രം മെറ്റബോളിക് ആക്ടിവിറ്റി ഉള്ളവയാണ്. പലതരത്തിലുള്ള ക്രിപ്റ്റോബയോട്ടിക് സ്റ്റേറ്റിൽ വളരെ കാലങ്ങളോളം ഇവയ്ക്ക് തുടരാനാകും. ഇത്തരത്തിൽ ജീവൻ്റെ പരിധികളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ഭൂമിയിലല്ലാതെ മറ്റേതൊക്കെ ഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്താനാവും എന്നുള്ളത് ഇത്തരത്തിലുള്ള പഠനങ്ങളിൽ നിന്നും കൂടുതലായി മനസ്സിലാക്കാവുന്നതാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.